ഹായ് ഹലോ, എൻ്റെ പേര് ടിൻസി. ഞാനിപ്പോൾ ഇസ്രായേലിലാണുള്ളത്. അപ്പം എന്നോട് ഞാൻ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടുന്നതും ഫോട്ടോസ് ഇടുന്നതും കണ്ടുകൊണ്ട് 5-6 പേര് എന്നോട് ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എന്താണ് ചേച്ചി എങ്ങനെയാണ് എത്തിയിരിക്കുന്നത്, എന്താണ് ചേച്ചിയുടെ ജോലി, ചേച്ചി എന്താണ് പഠിച്ചത് എന്നൊക്കെ ചോദിച്ചു. അപ്പം എല്ലാവർക്കും കൂടി ഉള്ളൊരു മറുപടിയായിട്ടൊരു വീഡിയോ ഇടാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ ഇടുന്നത്. എല്ലാവരും കരുതുന്നത് പോലെ നമ്മൾ പൈസ അത്യാവശ്യം നല്ലപോലെ നമുക്കിടെ കയ്യിൽ നിന്ന് എമൗണ്ട് ചിലവാകുന്നുണ്ട്. ലക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും. നമ്മളൊരു ഏജൻസീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കയറി വരുന്നത്. പിന്നെ നമ്മൾ ഈ 1 മാസ കാലയളവ് നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടുത്തെ ലാംഗ്വേജ് പഠിക്കണം, പിന്നെ ലോയ്, പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ പോർഷൻ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പം ഞാൻ ഇതെല്ലാം പഠിച്ച് 1 മാസം ഞങ്ങൾ പഠിച്ച് 1 മാസം കൊണ്ടൊന്നുമല്ല, ജനുവരി ക്ലാസ് കൂടി. അതിനുശേഷം ഞാൻ ഇവിടെ നമ്മളെ ഒന്ന് സെലക്ട് ചെയ്യുന്ന ഒരു സമയമുണ്ട്, 4 മാസം 5 മാസം ആ കാലയളവിൽ ഞാൻ ഒരു മിസ്സിൻ്റെ ക്ലാസ്സിൽ കയറി പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചു. പിന്നെ എക്സാമുണ്ട്, അതുകൂടാതെ നമുക്ക് മെയിൻ ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. അതിനെല്ലാം ശേഷമാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം ക്ലിയർ ചെയ്യണം ഈ കുറച്ച് നാൾ കൊണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷമാണ് വരാൻ പറ്റുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങോട്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കെയർ ഗീവർ വിസയാണ്. കെയർ ഗീവർ വിസയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിവിടെ നോക്കുന്നത് ഒരു ഇമയാണ്. അപ്പം നമുക്ക് ഫാമിലി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിവിടെ വേറെ അതിന് മാത്രം ചിലവുകളൊന്നും വരുന്നില്ല. പിന്നെ നമ്മുടെ കയ്യിൽ നിന്നും ഇങ്ങോട്ട് വരാൻ ചിലവാക്കുന്ന പൈസ നമുക്ക് ഒരു 1.5 വർഷം കൊണ്ടൊക്കെ നമുക്ക് തിരിച്ച് അത് അടച്ചു തീർക്കാനും, ലോണൊക്കെ എടുത്തിട്ട് വരുന്നവരാണേലും അല്ലെങ്കിൽ ഗോൾഡ് ലോൺ എടുത്തിട്ട് വരുന്നവർ, അങ്ങനെ എല്ലാ തരത്തിലും ഒരുപാട് ഇതായിട്ടായിരിക്കുമല്ലോ എല്ലാവരും വരുന്നത്. എല്ലാവരും കൈ കാശ് വെച്ചുകൊണ്ട് വരത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്ന് ഒരു 1.5 വർഷം കൊണ്ട് നമുക്ക് നമ്മുടെ കടങ്ങൾ തീർക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് വേണ്ടിയിട്ട് സ്വരുക്കൂട്ടി വയ്ക്കാൻ പറ്റും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന്. അങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ഞാനടക്കം ഞങ്ങളെല്ലാവരും ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു നല്ല രാജ്യമാണ്. നമ്മൾക്ക് ഇവിടെ കെയർ ഗീവർ ആണെങ്കിലും ജോലിക്ക് വരുന്ന ആരാണെങ്കിലും ആയിക്കോട്ടെ, ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് നല്ല സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. പിന്നെ സാലറി ഉണ്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസ് എല്ലാം നമുക്ക് ഫാമിലി ഗവൺമെൻറ് വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അപ്പം ഈ വീഡിയോ ആൾക്കാർക്ക് ഫലമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഏജൻസിയുടെ നമ്പരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ ഏജൻസിയുടെ നമ്പരും എങ്ങനെയാണ് വരേണ്ടതെന്നും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ് കൂടേണ്ടത് ആ നമ്പരും ഒക്കെ ഞാൻ തരുന്നതായിരിക്കും. താങ്ക് യു.